ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആക്ഷൻ ആൻഡ് സ്റ്റഫ് ലെറ്റ്സ് പ്ലേയിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ ഇവിടെ ഓഫ് ക്യാമിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. അപ്പം അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനതിരുന്നങ്ങ് ഓഫ് ക്യാമ്പിലങ്ങ് ബിൽഡ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ചെയ്തു പോയി ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ അത്? യെസ്, നമ്മൾ അയൺ ഫാം ബിൽഡ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അയൺ ഫാമൊക്കെ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഞാൻ എത്ര ഡേയ്സ് ഈ ഒരു വേൾഡിൽ സർവൈവ് ചെയ്തെന്ന് നിങ്ങൾ കണ്ടോ? നമ്മൾ 182 ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. കീബോർഡ് അടിച്ചു പോയി, ഇതാ പോണ്. ഒരു മിനിറ്റ്, ഒന്നും സംഭവിച്ചിട്ടില്ല, ആരും ഒന്നും പേടിക്കേണ്ട. കീബോർഡ് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയതാണ്, ഇങ്ങു വരെ എത്തി നമ്മൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ അയൺ ഫാം. സംഭവം സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കിടില ഒരു അയൺ ഫാമാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നമ്മളെ വില്ലേജർ ബ്രീഡറുണ്ട്. വില്ലേജർ ബ്രീഡറിനെ കുറിച്ച് വേണം നമ്മൾ ഈ ഒരു അയൺ ഫാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസാരിക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടില അയൺ ഫാം എന്ന് പറഞ്ഞാൽ കിടിലം വില്ലേജർ ബ്രീഡർ എന്ന് പറഞ്ഞാൽ കിടിലം വില്ലേജർ ബ്രീഡർ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പരിപാടിയോടെ ചെയ്ത് കാര്യം വെച്ചാൽ അവിടെ ബെഡ് നമ്മൾ 8-9 എണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവിടെ ബെഡ് ഫുള്ളങ്ങ് നിരത്തി ആ ഒരു വില്ലേജർ ബ്രീഡറിൻ്റെ മതിലിൻ്റെ മണ്ടയ്ക്ക് ഫുള്ളങ്ങ് കൊണ്ടുവച്ച്. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ വില്ലേജേഴ്സിനെ നമുക്ക് കിട്ടി. അതിൻ്റെ ബാക്കി ഇപ്പോഴും വില്ലേജർ അവിടെ ഉണ്ട്, അതാണ് രസം. ഇതിനകത്തോട്ട് 20 വില്ലേജറിനെ ആഡ് ആക്കിയിട്ട് ഇനിയും വില്ലേജർ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലേ കൂടെയാണ് റെയിലൊക്കെ വെച്ച് കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് മൈനിങ്ങിനൊക്കെ പോയി. നമ്മൾ ഈ ഡയമണ്ട് പിക്കാക്സ് യൂസ് ചെയ്യണ്ടെന്ന് വെച്ച് ഞാൻ കുറേ അയൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടാണ് മൈനിങ്ങിനും പോയത്. അതുപോലെ തന്നെ താണ്ടെ ഇതിപ്പം കുറച്ച് കാലത്തെ കുറഞ്ഞിട്ടുള്ളൂ, വേറെ പിക്കാക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയി. ഓക്കെ, ഞാൻ ഇൻവെൻറ്ററിയൊക്കെ ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തെടുത്ത്. ഇതിവിടെ ഞാൻ ഈ ഒരു അയൺ ഫാമിൻ്റെ ഏരിയയിൽ കുറച്ച് ഏരിയയിൽ നമ്മൾ ഡേർട്ട് ക്ലിയർ ചെയ്തെടുത്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ കൈ വെച്ചിട്ടുണ്ട്. ആദ്യമേ എൻ്റെ പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അയൺ ഫാം ഇതിനടുത്തിട്ടുണ്ടാക്കാമെന്നായിരുന്നു. അപ്പം ഞാൻ സാധാരണ ബിൽഡ് ചെയ്യുന്നൊരു അയൺ ഫാം രീതിയിൽ ഞാൻ ബിൽഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇട്ടതാണ്. പക്ഷേ അത് വേണ്ട എന്ന് കരുതി, ചിലപ്പോൾ എഫിഷ്യൻ്റ് ആയിരിക്കില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ട്, അപ്പോൾ അതിനകത്ത് സുധിയണ്ണൻ ട്യൂട്ടോറിയൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് നമ്മളുടെ അയൺ ഫാം നമ്മളിവിടെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു അയൺ ഫാം നിങ്ങളുടെ വേൾഡിലേക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു അയൺ ഫാം കിടില അയൺ ഫാമാണ്, നല്ല എളുപ്പമാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്യേണ്ട പരിപാടികളുണ്ട് ഈ ഒരു അയൺ ഫാം ബിൽഡ് ചെയ്യുന്നത്. കാര്യം വെച്ചത് എയറിലാണ് ബിൽഡ് ചെയ്യുന്നത്, കുറച്ച് പൊക്കത്തോട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ട്. വില്ലേജേഴ്സിനെ കയറ്റാനാണ് ഏറ്റവും വലിയ പണി. ഇവിടുന്ന് ബാക്കി വന്ന റെയിൽ ഞാൻ കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇവിടെ 20 ബെഡുണ്ട്, 20 ഫ്ലച്ചിങ് ടേബിൾ വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ 20 വില്ലേജേഴ്സ് ഉണ്ട്. ഇനി നമ്മളെ ഔട്ട്പുട്ട് കാണിച്ചു തരാം ഞാൻ. ഇതൊക്കെ നമ്മൾ സാധാരണ വീഡിയോയിൽ ചെയ്യേണ്ടതാണ്. വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ടെങ്കിലും ആയിരിക്കണം നമ്മൾ അയൺ ഫാം ബിൽഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനതൊക്കെ ഓഫ് ക്യാമ്പിൽ ഇരുന്ന് ബിൽഡ് ചെയ്തു. അപ്പോൾ അതവിടെ അയൺ ഇങ്കട്ട് വന്നിരിപ്പുണ്ട്. പോപ്പി കുറവാണ്, പോപ്പി എനിക്കൊന്നും ഇങ്ങോട്ട് തെറിച്ച് പോകണമെന്ന് തോന്നുന്നു. താഴെയൊന്നും കിടക്കുന്നില്ല. അയൺ കിട്ടാറുണ്ട് താഴെ കടന്ന്, അത് ഈ ഒരു വോള് വെച്ചേക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങ് താഴെ വന്ന് വീഴും. അപ്പം ഇത് സുധിയണ്ണൻ ചെയ്ത ഒരു ഫാം തന്നെ ഞാൻ ഇവിടെ നോക്കി ബിൽഡ് ചെയ്തതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പ്ലാനുണ്ട്. ഞാൻ സാധാരണ ബിൽഡ് ചെയ്യുന്ന അയൺ ഫാമിൻ്റെ ഒരു ഡിസൈന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എനിക്കിതിനെ കവർ ചെയ്ത് ഇവിടെ ഒരു ടവർ പോലെ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. ക്ലോക്ക് ടവറോ എന്തെങ്കിലും ഒരു ടവർ ഇവിടെ ബിൽഡ് ചെയ്യണമെന്നുണ്ട്.
ഞാൻ ഇനി ക്ലോക്ക് ടവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളൊന്ന് പറയും ഞാൻ സുധീണ്ണനെ കോപ്പി ചെയ്തതാണെന്ന്. അതിപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ ബിൽഡ് ചെയ്ത് വയ്ക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് നമ്മൾ എൻഡർ ഡ്രാഗനെ കൊന്നാണ് തീർക്കുന്നത്, എന്ന് വെച്ചാൽ എലൈറ്റർ എടുക്കത്തില്ല. അപ്പം അതിനു മുമ്പ് തന്നെ നമുക്ക് ഇവിടെ പറ്റുന്നതിൻ്റെ മാക്സിമം ബിൽഡ് ഇവിടെ ചെയ്യണം. അപ്പം ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു ബിൽഡ് അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരും. പിന്നെ വില്ലേജർ ബ്രീഡർ ഞാനൊരു ബിൽഡ് ആക്കും. അത് ഓഫ് ക്യാമിലായിരിക്കും ബിൽഡ് ചെയ്യുന്നത്, അത് ഞാൻ വീഡിയോ കാണിക്കില്ല. ഇത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിലും എനിക്ക് കുറേ ഭാഗം കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിൽഡ് ചെയ്യുന്നത് ഫുള്ള് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഇതിനകത്ത് ടൈം ലാപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കാണിക്കാമായിരുന്നു. അപ്പം അത് നടക്കത്തില്ല. അഥവാ ടൈം ലാപ്സ് വേണമെങ്കിൽ വേറെ ഫോൺ വേണ്ടി വരും. അപ്പോൾ അതെൻ്റെ കയ്യിൽ എന്തായാലും ഇല്ല. ഫോണുണ്ട്, പക്ഷേ അതിനകത്ത് മൈൻക്രാഫ്റ്റ് വർക്കാവത്തില്ല. അതാണ് സീൻ. അപ്പം ഇതാണ് നമ്മുടെ അയൺ ഫാം. ഈ അയൺ ഫാം കാണിച്ചു തരാനാണ് മെയിൻലി ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ ഇടുന്നത്. ഇന്നത്തെ ഒരു എപ്പിസോഡ് തന്നെ എൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ കുറേ ദിവസം ഈ ഒരു ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇട്ടിട്ട് അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പുറത്തെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് ആക്കിയതിന് ഇന്നത്തെ എപ്പിസോഡ്. എനിവേസ് അതാണ് നമ്മളെ പരിപാടികൾ. പിന്നെ ഞാൻ ഇവിടെ വേറൊരു ഫാം കൂടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് ഫുഡിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കിട്ടുന്ന നമ്മുടെ സ്വീറ്റ് ബെറി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്കിവിടെ ബെറി നട്ടു വയ്ക്കാം. സോഡിൻ്റെ പ്രശ്നമല്ലല്ലേ. ക്യൂ ഞെക്കണമായിരുന്നു. ഞാൻ മറ്റേ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സ്വിച്ച് ഉണ്ട്, അത് ആ ഒരു കീ പിടിച്ച് ഞെക്കി കൊടുത്ത് അതാണ് സംഭവിച്ചത്. ഓക്കെ, ഇവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്തെടുക്കാം സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഫുള്ള് കൃഷിയാണ്. ഇനി നമുക്കിവിടെ ഒരു കൗ ക്രഷർ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. നമ്മളെ കൗ ക്രഷർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോൺ വെജ് ഫുഡ് സോഴ്സ് ആവും. അതെന്തരായാലും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അത് ചിലപ്പോൾ വേണ്ടി വരും ചിലപ്പോൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വില്ലേജേഴ്സിൻ്റെ മറ്റേ ലെക്ടേൺ നമുക്ക് ട്രേഡിംഗ് ഹാൾ ബിൽഡ് ചെയ്യണ്ടേ. അപ്പം അതിന് നമുക്ക് എന്തായാലും ലെതറിൻ്റെ ആവശ്യം വരും, ഷുഗർ കെയിൻ്റെ ആവശ്യം വരും. അതൊക്കെ നമ്മൾ വരും എപ്പിസോഡുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, വരും എപ്പിസോഡുകളിൽ. ഓക്കെ, അപ്പം നമ്മൾ അയൺ ഫാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക. ഇവിടെ ഇന്ന് ഗോളം സ്പോൺ ആവുന്നത് കാണാൻ പറ്റത്തില്ല, നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതൊരു ഇതാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ നമ്മളെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ബേസിൽ നിൽക്കുമ്പോൾ തന്നെ അയൺ ഫാം വർക്കാവും. അങ്ങനെ ഇഷ്ടം പോലെ അയൺ ഇവിടെ കിട്ടും. ഇപ്പം തന്നെ താണ്ടെ അയണൊക്കെ സെറ്റാണ്. പിന്നെ ഗൈസ്, ഞാൻ പുതിയൊരു വില്ലേജ് കൂടെ കണ്ടുപിടിച്ചു. നമ്മളെ ബേസിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു വില്ലേജ് ഉണ്ട്. അപ്പം അതാണ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയത്. അത് മാത്രമല്ല, വില്ലേജർ ബിൽഡർ ഒരുപാട് ദൂരമില്ല, അതുകൊണ്ടും കൂടെയാണ് പിന്നെ അങ്ങോട്ടേക്ക് മാറ്റിയത്. അതാകുമ്പോൾ നമ്മളെ ബേസിൻ്റെ അടുത്തുമാണ്, പെട്ടെന്നത് വർക്കാവുകയും ചെയ്തു. അവിടെ ആയിട്ട് കണ്ട് കുറച്ച് ബിൽഡിങ് കാണുന്നുണ്ടോ, അവിടെ ആയിട്ട് പുതിയ വില്ലേജ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ ഒന്ന് പോയിട്ട് വരാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. പുതിയ വില്ലേജ്, ഈ ഒരു ബേസിൻ്റെ ഇത്ര അടുത്തടുത്തായിട്ട് ഇത്ര വില്ലേജുകൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്കിനി ഈ ഒരു സീരീസിനകത്ത് ഒരു ഷിപ്പ് ഉണ്ടാക്കണം, 2-3 ബിൽഡിംഗ് ഉണ്ടാക്കണം. പറ്റുന്ന അത്രയും ബിൽഡിങ്സ് നമുക്കിതിനകത്ത് ബിൽഡ് ചെയ്യണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ ലെറ്റ്സ് പ്ലേ സീരീസുകളിലൊന്നും അങ്ങനെ അധികം ബിൽഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാനൊരു ബിൽഡറേ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യണം കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബിൽഡ് ചെയ്തെടുത്ത് സെറ്റാക്കി എടുക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു സീരീസ് തുടങ്ങിയത് തന്നെ. പക്ഷെ നമുക്കതിനൊന്നും ഇപ്പോൾ ടൈമില്ല, അതാണ് വിഷയം. ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സീരീസ് കിടിലും ആക്കി എടുത്തേനെ.
ടൈമാണ് വിഷയം. അവിടെ അയൺ ഗോളും ഉണ്ട്, ഗോളത്തിൻ്റെ അടി കൊണ്ട് ചാവണ്ട. പിന്നെ ഞാനൊരു കാര്യം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, നമുക്ക് ഈ ഒരു ഡയമണ്ട് ആർമർ പോയി കുഴിച്ചെടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഗൈസ്. എടുത്ത ഡയമണ്ട് കൈ വെച്ചിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഈ വില്ലേജസിൻ്റെ ഒന്നും വാങ്ങിക്കാൻ പറ്റുമല്ലോ. അത് ഞാൻ ഓർത്തതുമില്ല, നിങ്ങളാരും പറഞ്ഞതുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിപ്പോയി. നമ്മൾ എടുത്ത് നമ്മൾ മൈൻഡ് ചെയ്യും. ഹേവേലിൻ്റെ ആവശ്യം എനിക്കുണ്ട്. കാര്യം വെച്ചാൽ വീറ്റ് ഭയങ്കര ക്ഷാമം. നമ്മൾ അവിടുത്തെ കൃഷി ചെയ്ത് കിട്ടുന്ന വീറ്റ് അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുകയാണ്. അപ്പം നമുക്ക് അതങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന വീറ്റൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. ഞാൻ ഇനി ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കുടുങ്ങി വെളിയിൽ ഇറങ്ങട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 280. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് നമുക്ക് കമൻറ്റ് ബോളിൽ പേരെഴുതാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും പേര്, നമ്മൾ കമൻറ്റ് ബോളിൽ ഇല്ലാത്ത എല്ലാവരുടെയും പേര് നമ്മളവിടെ എഴുതി വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ മറ്റേ ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 280 സൈനിങ് ഓഫ്. ബൈ.